പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന മുംബൈ സിറ്റി വേഴ്സസ് മോഹൻ ബഗാൻ മത്സരത്തിൽ നാടകീയമായ രംഗങ്ങളായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്നലത്തെ മത്സരത്തിൽ നിരന്തരം യെല്ലോ കാർഡിന്റെയും റെഡ് കാർഡിന്റെയും പ്രവാഹമായിരുന്നു. ഇന്നലത്തെ ഈ ഒരു മത്സരത്തിൽ തുടക്കം മുതൽ തന്നെ ഫൗളുകളുടെ അയ്യങ്കളിയായിരുന്നു. നിയമങ്ങൾക്കെല്ലാം തന്നെ പുല്ലുവിലി കൽപ്പിച്ചായിരുന്നു ഇന്നലത്തെ ഈ ഒരു മത്സരം മുംബൈ സിറ്റിയും മോഹൻ ബഗാനും കളിച്ചിട്ടുണ്ടായിരുന്നത്. കൂടുതൽ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. മൊത്തം 7 യെല്ലോ കാർഡുകളും 7 റെഡ് കാർഡുകളുമാണ് ഇന്നലത്തെ ഈ ഒരു മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ഇത് ISL ചരിത്രത്തിൽ എഴുതി ചേർക്കേണ്ടതൊന്നു തന്നെയാണ്. കാരണം ഇതുവരെ ISLിലെ ഒരു മത്സരത്തിൽ പോലും ഇത്രയും കാർഡുകൾ വാങ്ങിയിട്ടില്ല. കളിയിലേക്ക് വരുമ്പോൾ 14-ാം മിനിറ്റിൽ ആകാശ് മിശ്ര മൻവീർ സിംഗിനെ ഫൗൾ ചെയ്തുകൊണ്ട് ആദ്യ റെഡ് കാർഡ് സ്വന്തമാക്കി. അതിനുശേഷം 25-ാം മിനിറ്റിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആദ്യ ഗോളും കണ്ടെത്തി. പക്ഷേ അധിക സമയമൊന്നും വൈകാതെ തന്നെ മുംബൈ സൂപ്പർ താരമായ ഗ്രേറ്റ് സ്റ്റുവാർട്ട് ഹെഡറിലൂടെ ഒരു ഗോൾ നേടി സമനില പിടിച്ചു. പിന്നീട് ആദ്യ പകുതിക്ക് ശേഷമാണ് നാടകീയ രംഗങ്ങളൊക്കെ കാണാനിടയായത്. സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ മോഹൻ ബഗാന്റെ സൂപ്പർ താരമായ ആശിഷ് റായ് റെഡ് കാർഡ് കണ്ട് പുറത്തായി. മുംബൈ താരമായ പെരേര ഡയസിനെ ഫൗൾ ചെയ്തതിനെ തുടർന്നായിരുന്നു ഈ ഒരു റെഡ് കാർഡ് കിട്ടിയത്. അതിനുശേഷം മോഹൻ ബഗാന്റെ താരമായ സുഭാഷിഷ് ബോസിനായിരുന്നു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു യെല്ലോ കാർഡ് ചോദ്യം ചെയ്യാൻ വേണ്ടി റഫറിയോട് തട്ടിക്കേറിയ ലിസ്റ്റൺ കൊളോസോക്ക് റെഡ് കാർഡും ലഭിച്ചു. ശേഷം വിപിൻ സിംഗ് മുംബൈക്ക് വേണ്ടി ഒരു ഗോളും നേടി. തുടർന്ന് ബോളുമായി പെനാൽറ്റി ബോക്സിനകത്ത് ഗ്രേറ്റ് സ്റ്റുവാർട്ട് വീണിട്ടുണ്ടായിരുന്നു. അതിന് പെനാൽറ്റി വേണമെന്ന് വാദിച്ചതോടെ റഫറി താരത്തിനും റെഡ് കാർഡ് കാട്ടി. ഈ ഒരു റെഡ് കാർഡിന്റെ കാരണമായി പറയുന്നത് റഫറിയെ കബളിപ്പിച്ചു എന്നാണ്. പിന്നീട് നടന്ന സംഭവ വികാസങ്ങളൊക്കെ മത്സരത്തിന് ശേഷമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. മാച്ച് ഓഫീഷ്യൽസിന്റെ ഇടയിൽ വെച്ച് മോഹൻ ബഗാന്റെ ഹെക്ടറും മുംബൈയുടെ രാഹുൽ ബേക്കയും സംഘർഷമുണ്ടായി. ഇതിനെ തുടർന്നുകൊണ്ട് റഫറി വന്ന 3 പേർക്ക് ഈ റെഡ് കാർഡ് കാട്ടി. രാഹുൽ ബേക്കയ്ക്കും ഹെക്ടറിനും വിക്രം പ്രതാപിനുമായിരുന്നു ഈ ഒരു റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും മുംബൈയുടെ അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുമായിട്ടാണ്. ഈ ഒരു മത്സരത്തിൽ ഗ്രേറ്റ് സ്റ്റുവാർട്ടും വിക്രം പ്രതാപും രാഹുൽ ബേക്കയും ആകാശ് മിശ്രയും ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ ഇറങ്ങില്ല. ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിന് ചെറിയൊരു രീതിയിൽ അനുകൂല ഘടകമായി മാറിയിരിക്കുകയാണ്. എന്നിരുന്നാലും ഇന്നലത്തെ ഈ ഒരു മത്സരത്തിൽ മുംബൈ സിറ്റി FC ആയിരുന്നു വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. 1-നെതിരെ 2 ഗോളുകൾക്കാണ് മുംബൈ വിജയം കണ്ടെത്തിയത്. അടുത്തൊരു വാർത്ത എന്നത് മത്സരശേഷം മോഹൻ ബഗാൻ സൂപ്പർ താരമായ സഹലിന്റെ വാക്കുകളാണ്. താരം പരിക്ക് കാരണം ഇന്നലത്തെ ഈ ഒരു മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ വളരെ ഡിസപ്പോയിന്റഡ് ആണ്. ഈ ഒരു മത്സരം ഞങ്ങൾക്ക് ഈസിയായി ജയിക്കാമായിരുന്നു. പക്ഷെ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് എന്ന് വ്യക്തമല്ല. ഈ ഒരു മത്സരം ജയിച്ചാൽ 1-ാം സ്ഥാനം ഞങ്ങൾക്ക് കരസ്ഥമാക്കാമായിരുന്നു. മുംബൈയെ പോലെ വളരെ മികച്ചൊരു ടീമിനെ തോൽപ്പിക്കുക എന്നത് വളരെ പ്രയാസമാണ്. ഇങ്ങനെയെല്ലാമാണ് താരത്തിന്റെ വാക്കുകൾ. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഈ ഞായറാഴ്ച 8 മണിക്ക് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഏതായാലും മുംബൈയിൽ നിന്നും ഈ 4 താരങ്ങൾ ഉണ്ടാവില്ല എന്നത് ഉറപ്പായിരിക്കുകയാണ്. താരങ്ങളെല്ലാം തന്നെ സസ്പെൻഷനിലാണ്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തുറുപ്പിച്ചീട്ടായ അഡ്രിയാൻ ലൂണയും ഉണ്ടാവില്ല എന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും നിരാശ നൽകുന്ന വാർത്തയാണ്. ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.